വചനം ശ്രവിക്കുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ആമുഖം പോലെ പറഞ്ഞു, വചനം പഠിക്കുന്നതിന് മുന്നമേ നമ്മൾ ചില ക്രമീകരണങ്ങളൊക്കെ ചെയ്യണം, അല്ലേ? നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധത്തിലും ഇടത്തും വലത്തും ഇരിക്കുന്ന സഹോദരി സഹോദരനുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ക്രമീകരണം നടത്തിയിട്ട് വചനം പഠിച്ചാലേ ആത്മീയമായ ഉന്നതി ലഭിക്കത്തുള്ളൂ. അറിവ് ലഭിക്കാൻ അതൊന്നും ചെയ്യണമെന്നില്ല, ചുമ്മാ ഒന്ന് ക്ലാസ്സിൽ ഇരുന്നാൽ മതി. അപ്പോൾ വെറുതെ ഒരു അറിവ് പ്രാപിക്കാനല്ല നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത്, നമുക്ക് ആത്മീയമായിട്ട് വളരുവാനും രൂപാന്തരം പ്രാപിക്കുവാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് നമ്മൾ കണ്ട കഴിഞ്ഞ പ്രാവശ്യം? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു തീരുമാനമെടുക്കണം. അവനോട് ഞാൻ പറ്റിച്ചേർന്നിരിക്കും, അവൻ്റെ കൃപയിൽ ഞാൻ ആശ്രയിക്കും. അത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്ന് കണ്ടു. പിന്നീട് നമ്മൾ 1 പത്രോസിൽ നിന്ന് 5 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം നമ്മുടെ കൂട്ടു സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ. ചില ക്രമീകരണങ്ങൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആ വാക്യം എടുത്ത് വായിക്കണമെന്ന് പറഞ്ഞു. വായിച്ചായിരുന്നു നിങ്ങളെല്ലാവരും? ആഴ്ച മുഴുവൻ അത് വായിക്കണമെന്ന് പറഞ്ഞു. 1 പത്രോസ് 1-ന്റെ 2-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, അല്ലേ? അപ്പോൾ അത് എന്തൊക്കെയായിരുന്നു 5 കാര്യങ്ങളെന്നുള്ളത് ഞാൻ തന്നെ പറയാം, നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത സ്ഥിതിക്ക്. എല്ലാ ദോഷവും, ചതി, അതായത് ഈ വഞ്ചന, ഉപായമൊക്കെ ഉപേക്ഷിക്കണം. പിന്നീടുള്ള 3 കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? കപട പാപം, അസൂയ, പിന്നെന്തായിരുന്നു? നുണ, അല്ലേ? ഈ 5 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സഹോദര ബന്ധത്തിൽ ക്രമീകരിച്ചെങ്കിലേ വചനം പഠിക്കുമ്പോൾ എന്തെങ്കിലും രൂപാന്തരം വരത്തുള്ളൂ. അതൊക്കെ ചെയ്തിട്ട് വേണം വാവകൾ വന്ന് ആത്മീയ പാല് കുടിച്ച് വളരുവാനാണ് നമ്മൾ കണ്ടത്. ഇനി മുതൽ നമ്മൾ ഇതൊക്കെ വചനം പഠിക്കുന്നതിന് മുമ്പേ ചെയ്യേണ്ട ക്രമീകരണങ്ങളാണ്. ഇതൊക്കെ ചെയ്യാത്തവർ ഇനിയെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു ഗുണവും ഇല്ല. ഞാൻ ഇപ്പോഴേ പറയാം, ഇതൊന്നും ഒരു ഗുണവും ഇല്ല. നിങ്ങൾ ചുമ്മാ സമയം കളയാൻ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടൊരു കാര്യവുമില്ല. നിങ്ങൾക്ക് കുറച്ച് അറിവ് പറഞ്ഞു തരണമെങ്കിൽ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. നിങ്ങൾ രൂപാന്തരപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതുപോലെ നിങ്ങളുടെ വീട്ടുകാരൊക്കെ വിളിക്കണം, ശരിയായ ക്രിസ്തു ശിഷ്യന്മാരാണിവർ എന്ന്. ഈ ദേശത്ത് നിങ്ങളുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ വെളിപ്പെട്ടു വരണം. അതാണ് നമ്മുടെ ഉദ്ദേശം. ശരി, അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം, നമ്മൾ ശരിക്കുള്ള വിഷയത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം തന്നെയാണ്. എന്താണ്? സത്യസുവിശേഷം, അല്ലേ? സുവിശേഷമാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം. സുവിശേഷം എന്താണ്? നല്ല വർത്തമാനം എന്നുള്ള അർത്ഥത്തിലാണ് സുവിശേഷം. എന്നാൽ അതിൻ്റെ കൂടെ ഇതും പറയണം, സത്യസുവിശേഷം. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഒരുപാട് കള്ള സുവിശേഷങ്ങളും ഉണ്ട്. യേശുക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞാൽ ഉടനെ അതെല്ലാം സത്യസുവിശേഷമല്ല. യേശുക്രിസ്തുവിൻ്റെ പേരിൽ പലതും പ്രസംഗിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നതുകൊണ്ട് തെറ്റായ ഉപദേശമുണ്ട്. ശരി, സത്യസുവിശേഷം മനസ്സിലാക്കുവാൻ നമുക്ക് ആദ്യം സൃഷ്ടിയിലേക്ക് കടക്കാം, അല്ലേ? ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചു, അല്ലേ? എൻ്റെ വരപ്പത്ര കൊള്ളാവുന്നതല്ല. അപ്പോൾ ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ സൃഷ്ടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഉൽപ്പത്തി 1-ാമത്തെ എഴുതിയിരിക്കുന്ന വാക്യം ഒന്ന് വായിച്ചേ ബ്രദറെ. ഉൽപ്പത്തി 2-ാം അധ്യായത്തിലെ 8ഉം 9ഉം ഒന്ന് വായിച്ചേ. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദേനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും. അപ്പോ കർത്താവ് ഏദൻ തോട്ടത്തിൽ 2 വൃക്ഷത്തെ വെച്ചു, അല്ലെ? ഏതൊക്കെ ആ വൃക്ഷം? ജീവവൃക്ഷം. അപ്പൊ 2 മരങ്ങൾ, അല്ലേ? എല്ലാരും കേട്ടോ? മനുഷ്യനെ സൃഷ്ടിച്ചൊരു തോട്ടത്തിലാക്കി അവിടെ 2 മരങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു മരങ്ങൾ? ഒന്ന് ജീവന്റെ വൃക്ഷം, അല്ലേ? ഇത് ജീവന്റെ വൃക്ഷം. മറ്റേത് അറിവിന്റെ വൃക്ഷം. അറിവിന്റെ വൃക്ഷം, അല്ലേ? എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ ഒരു ജീവിതം നയിക്കുന്നതാണ് ജീവന്റെ വൃക്ഷം. അവിടെ ആരാ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്? അവിടെ ദൈവമാണ് തീരുമാനം എടുക്കുന്നത്. അവിടെ ആരാ അധികാരി? ദൈവമാണ് അവിടെ അധികാരി. അവിടെ ആരാണ് രാജാവ്? ഇവിടെ ദൈവമാണ് രാജാവ്. അപ്പൊ ഒരു കണക്കിൽ പറഞ്ഞാൽ ഇത് ദൈവരാജ്യമാണ്. ഇവിടെ ദൈവമാണ് രാജാവ്. ഇനി അപ്പുറത്തുള്ളത് എന്താണ്? അറിവിന്റെ വൃക്ഷം. എനിക്ക് തന്നെ അറിവുണ്ട്, നന്മ തിന്മകൾ ഏതാണ്. അപ്പൊ അവിടെ ആരാ തീരുമാനം എടുക്കുന്നത്? ഞാനാ തീരുമാനം എടുക്കുന്നത്. അവിടെ ആരാ അധികാരി? ഞാനാ അധികാരി. അപ്പൊ അവിടെ ആരാ രാജാവ്? ഇവിടെ ഞാൻ തന്നെയാണ് രാജാവ്. അപ്പൊ നമുക്കൊക്കെ ഇഷ്ടമല്ലേ? സ്വന്തം ഇഷ്ടത്തിൽ അങ്ങ് ജീവിക്കുക, ആരും പറയുന്ന ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ 2 മരങ്ങൾ മനുഷ്യന്റെ മുന്നിൽ വെച്ചു. തുടർന്ന് വായിച്ചാട്ടെ അടുത്ത വാക്യം. ഏതാണ്? 16ഉം 17.
യഹോവയായ ദൈവം മനുഷ്യരോട് കൽപ്പിച്ചതെന്നാൽ ആ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം. തോട്ടത്തിലെ എല്ലാ വൃക്ഷവും നിങ്ങൾക്ക് കഴിക്കാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. ഈ വൃക്ഷം നിങ്ങൾ തുടരരുത്. തിന്നുന്ന നാളെ നീ മരിക്കും. കേട്ടോ, അപ്പൊ ജീവന്റെ വൃക്ഷമൊക്കെ ഉണ്ട് അവിടെ, പക്ഷെ ഈ വൃക്ഷം തുടരുത്. ഇത് ദൈവം ഒന്നാമതായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ കൊടുത്ത ഒരു പരീക്ഷയാണ്. പക്ഷെ നമുക്കറിയാം അല്ലെ, എന്തോ പറ്റി? ഈ പരീക്ഷയിൽ മനുഷ്യൻ തോറ്റു. ഇതാണ് ഒന്നാമത്തെ പാപം അല്ലെ. അതെങ്ങനെ സംഭവിച്ചു? പിശാച് വന്ന് സഹോദരി, അതായത് ഭാര്യയെ വഞ്ചിച്ചു. ഭാര്യ കയറി കഴിച്ചു, ഭർത്താവിനും കൊടുത്തു. മനുഷ്യരെല്ലാം പാപത്തിൽ വീണു. 3-ാമത്തെ അധ്യായത്തിലെ 7 വായിച്ചേ. പാപത്തിൽ വീണപ്പോൾ എന്ത് സംഭവിച്ചു? ഇരുവരുടെയും കണ്ണു തുറന്നു. ഇവിടെ ഭാര്യയും ഉണ്ട്. കണ്ണു തുറന്നു. പെട്ടെന്ന് ഒന്നാമതായിട്ട് അവരെന്താ മനസ്സിലാക്കി? അവർ നഗ്നരാണെന്ന്. ഇതുവരെ ആ പ്രശ്നം ഇല്ലായിരുന്നു, ഇപ്പൊ അവർക്ക്. അപ്പൊ ഒന്നാമതായിട്ട് ദൈവത്തിന്റെ രാജ്യമൊന്നും വേണ്ട, ഞാൻ തന്നെ തീരുമാനമൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ഈ മരത്തെ അവർ കയറി അതിന്റെ ഫലം കഴിച്ചപ്പോൾ ഒന്നാമതായിട്ട് അവന്റെ ജീവിതത്തിൽ എന്തോ വന്നു? ലജ്ജ അല്ലേ? ഒരു അപമാനം ആദ്യം തോന്നി. അയ്യോ, തുണിയില്ലല്ലോ എന്ന്. തുടർന്ന് വായിച്ച അടുത്ത വാക്യം. അതിനൊരു പരിഹാരവും കണ്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഒളിച്ചു. അവർ ഒളിച്ചു. അപ്പൊ രണ്ടാമതായിട്ട് അവന്റെ ജീവിതത്തിൽ എന്തോ വന്നു? ഭയം. കണ്ടോ, രണ്ടാമതായിട്ട് പാപം ചെയ്തപ്പോൾ അവന്റെ ജീവിതത്തിൽ വന്നത് എന്താ? ഭയം. ദൈവം വരുന്നെന്ന് പറഞ്ഞപ്പോ ഓടി ഒളിച്ചു. വായിച്ചാട്ടെ, തുടർന്ന് വായിച്ചാട്ടെ. 13 വരെ അല്ലേ? വായിച്ചാട്ടെ. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്നാണ് ചോദിച്ചു. അതിന് മനുഷ്യൻ, എന്നോട് കൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം. കേട്ടോ, മനുഷ്യന്റെ ഉത്തരം കേട്ടോ. ഞാൻ കാരണമൊന്നുമല്ല, താണ്ടി നീ തന്ന ഈ പെണ്ണ് കാരണമാണ്. അടുത്ത അപ്പൊ സ്ത്രീയോട് ചോദിച്ചു. അടുത്ത ചോദ്യം ഭാര്യയോട് ചോദിച്ചു, നീ എന്തായി ചെയ്തതെന്ന്. അയ്യോ, ഞാനല്ല, ഈ വന്ന സർപ്പമാ ചെയ്തതെന്ന്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അന്യോന്യം വഴിചാരാൻ തുടങ്ങി. അപ്പൊ എന്തോ അവന്റെ മൂന്നാമത് അവന്റെ ജീവിതത്തിൽ കടന്നു വന്ന അറിയാം? കുറ്റബോധം. കുറ്റബോധം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനേലും ഈ കുറ്റം എടുത്ത് വല്ലവന്റെ തലയിലിടാൻ നോക്കും, പഴി ചാരാൻ നോക്കും. കണ്ടോ, അപ്പോൾ ഒന്നാമതായിട്ട് പാപം ചെയ്ത മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വന്ന എന്തൊക്കെയാണ്? ലജ്ജ അല്ലെങ്കിൽ അപമാനം, ഭയം, കുറ്റബോധം. ഇത് ആ രാശിയിൽ ജനിച്ച എല്ലാ മനുഷ്യർക്കും ഉണ്ട്. നമുക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട് അല്ലേ? എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട് ഇതെല്ലാം. ഓക്കെ, അപ്പൊ ലജ്ജ വന്നു, ഭയം വന്നു, കുറ്റബോധം വന്നു. ശരി, ഇതെങ്ങനെയാണെന്നറിയോ നമ്മൾ നമ്മുടെ സാധാരണ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്? ലജ്ജ കടന്നു വരുമ്പോൾ നമുക്ക് ഒരു അപകർഷത തോന്നും. അല്ലേ? ഒരു അപകർഷത തോന്നും നമുക്ക്. എന്തോ കുറവൊക്കെ ഉള്ളതാണ് അല്ലേ? നാണക്കേടെന്ന് പറയും നമ്മൾ അല്ലേ? ലജ്ജ അല്ലെങ്കിൽ നാണക്കേട് വരുമ്പോൾ നമുക്കൊരു അപകർഷത തോന്നും. ഇനി ഭയം കടന്നു വരുമ്പോൾ എന്തോ വരും എന്നറിയോ? നമ്മൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തോന്നുന്ന എങ്ങനെ അറിയാം? അരിക്ഷിത, ചോദിക്കാനും പറയാനും ഒന്നും എനിക്ക് ആരുമില്ല എന്നൊരു തോന്നൽ കടന്നു വരും. ഇനി കുറ്റബോധം കടന്നു വരുമ്പോൾ എന്താണെന്നറിയാം നമുക്ക് തോന്നുന്ന അകത്ത്? ഏകാന്തത, എന്നെ സ്നേഹിക്കാൻ ഒരുത്തനും ഇല്ലല്ലോ. ഈ എന്നെയൊക്കെ ആര് സ്നേഹിക്കാനാ? ചിലക്ക് അങ്ങ് തോന്നാറില്ലേ? എന്നെപ്പോലത്തെ ഈ പോക്ക് കേസിനെയൊക്കെ ആര് സ്നേഹിക്കും? രണ്ട് രീതിയിൽ നമ്മളത് പറയും അല്ലേ? ഒന്ന് നമ്മൾ ആര് സ്നേഹിക്കും എന്നെയൊക്കെ, പിന്നെ രണ്ടാമത് നമുക്ക് ദുഃഖം കൂടും പറയും എന്നെ ആരും സ്നേഹിക്കുന്നില്ലല്ലോ അല്ലേ? കുറ്റമായിട്ടും പറയും, പരിതാപമായിട്ടും പറയും. ഇത് രണ്ടിൻ്റെയും മൂല കാരണം എന്താ അറിയാമോ? ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കറിയാം കുഴപ്പമുണ്ട്. കുറ്റബോധമാണ് ആ പുറത്ത് വരുന്നത്, പരിതാപമായിട്ടൊക്കെ കടന്നു വരുന്നത്. ഇനി ദൈവവുമായിട്ടുള്ള ബന്ധം ഈ പാപം നിമിത്തം എന്തു പറ്റി? ദൈവമായിട്ടുള്ള ബന്ധം പൊളിഞ്ഞു. അവിടെ ഒരു അകൽച്ച വന്നു, ഒരു പിണക്കം വന്നു അല്ലേ? അത് നിമിത്തമാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. അപ്പം നമ്മൾ മനുഷ്യരെ നല്ല മിടുക്കന്മാരെ എന്താ ചെയ്യുന്നറിയോ? ഈ ദൈവമായിട്ടുള്ള ബന്ധം പോട്ടെ, അതില്ലാതെ തന്നെ നമുക്കിതൊക്കെ പരിഹരിക്കാൻ പറ്റും. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചുറ്റുവട്ടം നോക്കിക്കേ മനുഷ്യരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് അല്ലേ? നമുക്ക് അപകർഷത തോന്നുന്നു. അതിന് ഒരു പരിഹാരം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയും സൽപ്പേര് സമ്പാദിക്കണം അല്ലേ?
അതിന് പല വഴികളും ഈ ലോകം പറഞ്ഞു തരും. എങ്ങനെയാലും നല്ല പേര് കിട്ടണം, അല്ലേ? നമ്മളൊക്കെ തന്നെ എന്തൊക്കെയാണ് പറയാറുള്ളത്? ഒരു തീരുമാനം എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്തോ ചോദിക്കുന്നത്? അപ്പുറത്തുള്ളവൻ എന്ത് പറയും, അയൽപ്പക്കത്തുള്ളവർ എന്ത് പറയും, അല്ലാതെ ആ കാര്യം നല്ലതാണോ ചീത്തയാണോ എന്നല്ല നമ്മുടെ ചോദ്യം. മാനദണ്ഡം എപ്പോഴും ചുറ്റുമുള്ളവരെന്ത് പറയും, നമ്മൾ അവരുടെ മുഖത്തങ്ങനെ നോക്കും. അപ്പം മുഖം സംരക്ഷിക്കലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം, അല്ലാതെ ശരിയായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല. തെറ്റാണേലും ശരിയാണേലും പാപമാണേലും നീതിയാണേലും മുഖം സംരക്ഷിക്കപ്പെടണം. അതെന്തുകൊണ്ടാണ്? ഈ അകത്ത് കിടക്കുന്ന അപകർഷതാബോധം കൊണ്ടാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ മുൻപിൽ പാപിയാണ്, പാപം ചെയ്തവനാണെന്നുള്ള ലജ്ജ, നാണക്കേട് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി എല്ലാം ചെയ്യുന്നത്. മനസ്സിലായില്ലേ? മനുഷ്യൻ സ്വന്തമായിട്ട് പരിഹരിക്കാൻ നോക്കുകയാണ്. അടുത്തതായിട്ട് അരക്ഷിതത്വം. ശരി, നമുക്ക് ഭയമൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? പോയി ഒരു ചരട് കെട്ടിയാൽ മതി, അല്ലേ? ഒരു ക്രിയ അങ്ങോട്ട് ചെയ്താൽ മതി, ഒരു ആഭിചാര ക്രിയ ചെയ്താൽ മതി, ഒരു ക്ഷുദ്രശക്തി അങ്ങ് പിടിച്ചാൽ മതി. അപ്പൊ അതിനാണ് പുതിയൊരു ഉത്തരം മനുഷ്യർ തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? അന്ധവിശ്വാസം. അന്ധവിശ്വാസം. ഈ ഉള്ളിൽ കിടക്കുന്ന ഭയം. ഈ ഭയം എങ്ങനെ വന്നു? ദൈവത്തെ വിട്ടുപോയി, അല്ലേ? ഈ ചില പിള്ളേരൊക്കെ അച്ഛനും അമ്മയും വഴക്ക് പറയുമ്പോൾ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കള്ളവണ്ടി കയറി വല്ലയിടത്തും പോകും. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകുന്നത് അയ്യോ ജീവിക്കാൻ പറ്റത്തില്ല കേട്ടോ, ചോദിക്കാനും പറയാനും ആരും ഇല്ലെങ്കിൽ വലിയ പാടാണ് എന്ന് പറഞ്ഞ പോലെ അപ്പൻ്റെ വീട് വിട്ടിറങ്ങിയ നമ്മളെല്ലാം ഉള്ളിൻ്റെ ഉള്ളൊരു ഭയമുണ്ട്, രക്ഷിതാവിനെ നഷ്ടപ്പെട്ടു. പക്ഷെ അതിന് തിരിച്ച് അപ്പൻ്റെ അടുക്ക പോകുന്നതിന് പകരം, അല്ലേ, നിരപ്പ് പ്രാപിച്ച് അപ്പൻ്റെ അടുത്ത് തിരിച്ചു പോകുന്നതിന് പകരം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന പരിഹാരമാണ് ഏതെങ്കിലുമൊക്കെ ക്ഷുദ്രശക്തി, ഏതെങ്കിലുമൊക്കെ ഭൂതത്തെയൊക്കെ കുറച്ച് പൂജയൊക്കെ ചെയ്തെങ്കിൽ കിട്ടിയാൽ മതി. ശക്തി കിട്ടിയാൽ സൊല്യൂഷനായി. അന്ധവിശ്വാസം. ഇനി അടുത്തത് കുറ്റബോധം. അപ്പോൾ നമുക്ക് ഏകാന്തത കടന്നു വരും, അല്ലേ? അപ്പോൾ അതിനെന്ത് ചെയ്യണം? എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധമുണ്ട്, എനിക്ക് എന്തൊക്കെയോ കുറവുകളുണ്ട്, അല്ലേ? എന്നെ പോലെയുള്ളവരെയൊക്കെ ആര് സ്നേഹിക്കുന്നൊക്കെ. അപ്പോൾ അതിനെന്താ നമ്മൾ ചെയ്യുന്നതെന്നറിയാം? കുറച്ച് സൽപ്രവർത്തികൾ ചെയ്ത് കളയാം, അല്ലേ? സൽപ്രവർത്തികൾ. നിങ്ങൾ നോക്കി, ഇതാണ് ഈ ലോകം മുഴുവൻ. സ്വന്തമായിട്ട് കുറച്ച് പ്രവൃത്തികളൊക്കെ ചെയ്ത് ഉള്ളിൻ്റെ ഉള്ളിലുള്ള കുറ്റബോധത്തെയൊക്കെ എങ്ങനെയും ശമിപ്പിക്കണം. എന്നാൽ ദൈവത്തേക്ക് തിരിച്ചു പോയിട്ടുള്ള പരിപാടിയൊന്നും വേണ്ട. സ്വന്തമായിട്ട് എൻ്റെ നീതിയിൽ എനിക്ക് ഈ കുറ്റബോധത്തെ മറിയാൻ കഴിയുന്ന പാപത്തിന്, അല്ലെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കാറില്ല, ഒരു ത്രാസ് പോലാണ് നല്ല പ്രവൃത്തിയും എൻ്റെ ദുഷ്പ്രവൃത്തിയും കൂടെ ആടി ഉലഞ്ഞ് ചിലപ്പം നല്ല പ്രവൃത്തിയായിരിക്കും കൂടുതൽ. സൽപ്രവൃത്തികൾ കൂടി എൻ്റെ കുറ്റബോധത്തെ എനിക്ക് മറികടക്കാൻ കഴിയും. അന്ധവിശ്വാസത്തിലൂടെ ഭയത്തെ എനിക്ക് മറികടക്കാൻ പറ്റും. സൽപ്പേര് കെട്ടിക്കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിലുള്ള എൻ്റെ നാണക്കേട് പോയി കിട്ടും. പക്ഷേ ഇതൊന്നും ഫലിക്കത്തില്ല, ഇതെല്ലാം തെറ്റാണ്. കാരണം എന്താണ്? ആത്യന്തികമായിട്ട് ഇതെല്ലാം കടന്നു വന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യനും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ പ്രശ്നം വന്നു. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എന്തുപറ്റി? പിണക്കം വന്നു, തകർക്കപ്പെട്ടത് കൊണ്ടാണ് ഇതെല്ലാം വന്നത്. പക്ഷെ ഇതെല്ലാം വന്നതിന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന പരിഹാരം ഇതങ്ങൾ. പക്ഷെ ഇതൊന്നും ഈ ബന്ധത്തിൽ ഇണക്കം കൊണ്ടുവരുന്നില്ല, അല്ലേ? ഞാൻ ഈ സൽപ്പേര് സംഭവിച്ചാലും അന്ധവിശ്വാസത്തിന്റെ പുറകെ പോയാലും സൽപ്രവർത്തികൾ ചെയ്താലും ഒന്നും ദൈവവുമായിട്ട് എനിക്ക് നിരപ്പ് ലഭിക്കത്തില്ല, പൊരുത്തപ്പെട്ട് വരത്തില്ല. അപ്പൊ പിന്നെ ഇതൊന്നും ആത്യന്തികമായിട്ട് ഈ പ്രശ്നത്തെ ഒന്നും പരിഹരിക്കും. ഇതെല്ലാം കടന്നു വന്നതുകൊണ്ടാണ് ഇത് പാപത്തിന്റെ അനന്തര ഫലങ്ങളാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലായ്പ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ തന്നെ ഇത് ചിന്തിക്കണം. ഇത് പറഞ്ഞ് ഒരുപാട് നിങ്ങൾക്ക് മനസ്സിലാക്കിപ്പിച്ചു തരാൻ സമയമില്ല. പക്ഷെ നിങ്ങൾ തന്നെ ചിന്തിക്കണം. നിങ്ങളിതൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഇതെല്ലാം, ഈ അപകർഷത, ഈ അരക്ഷിത, ഏകാന്തത, എന്നെ ആരും സ്നേഹിക്കുന്നില്ലല്ലോ, എന്നെ ആരും കരുതാനില്ലല്ലോ, ചോദിക്കാനും പറയാനും എനിക്ക് ആരുമില്ലല്ലോ, എനിക്ക് കുറവുകളുണ്ടല്ലോ. ഇതിനൊക്കെ നമ്മൾ സ്വയരക്ഷ പദ്ധതിയിൽ നമ്മൾ മിടുക്കന്മാരാണ്. എന്നെ രക്ഷിക്കാൻ ഞാൻ തന്നെ മതിയെന്നും പറഞ്ഞ് നമ്മളിതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവം പറയുന്നത് ഇതൊന്നും ഒരിക്കലും ഫലിക്കാൻ പോകുന്നില്ല. അപ്പം ഇവിടെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം കടന്നു വരുന്നത്. എന്തിനാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നത്? അടുത്ത വാക്യം വായിച്ചേ. മത്തായി 1 മത്തായി 1:21. ശരി, വായിച്ചാട്ടെ. കണ്ടോ, പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ. കണ്ടോ, യേശു ക്രിസ്തു കടന്നു വന്നിരിക്കുന്നത് നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ടാണ്.
അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഈ സ്വന്തം രക്ഷയിലൊന്നും രക്ഷിക്കപ്പെടുവാൻ കഴിയില്ല. ഒരു രക്ഷിതാവിനെ, ഒരു രക്ഷകനെ കർത്താവ്, അതായത് ദൈവം അയക്കണം. അങ്ങനെ അയക്കപ്പെട്ട രക്ഷകനാണ് യേശു. മനസ്സിലായോ? സ്വന്തം നീതിയിലും സ്വന്തം കാര്യപരിപാടികളിലൊന്നും എനിക്ക് രക്ഷ ലഭിക്കത്തില്ല. ഈ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടത്തില്ല. അതിന് ഒരു രക്ഷകനെ ഭൂമിയിലേക്ക് ദൈവം അയച്ചിരിക്കുന്നു, തൻ്റെ സ്വന്തം പുത്രനായ കർത്താവായ യേശു ക്രിസ്തു. എങ്ങനെയായി യേശു ക്രിസ്തു കടന്നു വന്ന് നമുക്ക് ഈ പാപത്തിൽ നിന്ന്, അപ്പൊ ഇതൊന്നും ഫലിക്കത്തില്ല, പിന്നെ എങ്ങനെയാ പരിഹാരം അല്ലേ? അവിടെയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം കടന്നു വരുന്നത്. അപ്പൊ ഇതൊന്നും ഗുണമില്ല കേട്ടോ. സൽപ്പേര് സമ്പാദിച്ചിട്ടും അന്ധവിശ്വാസത്തിന്റെ പുറകെ പോയിട്ടൊന്നും, സൽപ്രവൃത്തികളുടെ പുറകെ പോയാലൊന്നും പാപം നിമിത്തമുള്ള ലജ്ജ, ഭയം, കുറ്റബോധം, അപകർഷത, അരിക്ഷിത, ഏകാന്തത ഇതൊന്നും നീക്കം ചെയ്യാൻ പോകുന്നില്ല. ഇതൊക്കെ വ്യർത്ഥമാണ്. ഒരേ ഒരു പരിഹാരമേ ദൈവം കണ്ടിട്ടുള്ളൂ, അതാണ് കർത്താവിന്റെ ക്രൂശ്. അപ്പൊ ഈ ക്രൂശിൽ എന്താ സംഭവിച്ചേ? നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഈ വാക്യം നിങ്ങൾ കാണാ പഠിച്ചു വെക്കണം. ഏതാ വാക്യം? 1 പത്രോസ് 3:18. നിങ്ങൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഈ ആഴ്ച വായിച്ച് പഠിച്ച് ഓർക്കേണ്ടത് 1 പത്രോസ് 3:18. വായിച്ചാട്ടെ സഹോദര. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ജഡത്തിലെ ഭാഗം ഒഴിച്ച് ബാക്കി ഒന്നുകൂടെ ഒന്ന് പതുക്കെ വായിച്ചേ. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടത്. അപ്പൊ ഇവിടെ ക്രൂശിൽ കണ്ടോ 3 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണം. ഓക്കെ, 3 കാര്യങ്ങൾ. അപ്പൊ ക്രൂശില് 3 കാര്യങ്ങൾ സംഭവിച്ചു. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്നാമതായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മെ ദൈവത്തോട് അടുപ്പിക്കാൻ. അപ്പം ഉദ്ദേശം, ക്രൂശിൽ കർത്താവ് മരിച്ചതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? പുള്ളിയുടെ ലക്ഷ്യം നമ്മെ ദൈവത്തോട് എന്തുവാ? അടുപ്പിക്കണമാ. അപ്പൊ അതിന് എന്ത് മനസ്സിലായി? നമുക്ക് ദൈവത്തോട് അടുപ്പമില്ല. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം പൊളിഞ്ഞു തകർന്നു കിടക്കുകയാണ്. അപ്പോൾ ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടണം അല്ലെ? ആ ഇണക്കം അല്ലെങ്കിൽ ആ പിണക്കം ഇണക്കമായി മാറണം, യോജിക്കപ്പെടണം മനുഷ്യനും ദൈവവും തമ്മിൽ. നമ്മെ സൃഷ്ടിച്ചത് ദൈവം എവിടെയും നമ്മൾ ഇവിടെ ആയിരിക്കാനല്ല, ദൈവവുമായിട്ട് സംസർഗത്തിൽ ജീവിക്കാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പൊ ആ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഉദ്ദേശം. ഇനി പറഞ്ഞാട്ടെ, വായിച്ചാട്ടെ. കർത്താവായ യേശുക്രിസ്തു നീതിമാനാണ്, എന്നാൽ നമ്മള് നീതികെട്ടവരാണ്. അപ്പൊ നീതിമാൻ നീതികെട്ടവർക്ക് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കർത്താവ് ഈ ക്രൂശി മരിച്ചത്? പകരക്കാരനായി. പകരക്കാരൻ, എല്ലാരും കേട്ടോ? പകരക്കാരൻ. എനിക്ക് പകരം ഒരു പ്രവൃത്തി ചെയ്യുന്നവനാണ് ആര്? പകരക്കാരൻ. അല്ലേ? എനിക്ക് വേണ്ടി ഒരാൾ ഒരിടത്ത് പോയി പറയുമ്പോൾ എനിക്ക് പകരക്കാരനായിട്ട് പോയിരിക്കുക അല്ലേ? അപ്പൊ കർത്താവ് പകരക്കാരനായിട്ടാണ് ക്രൂശിൽ പ്രവൃത്തി ചെയ്തത്. ഇനി അടുത്ത വായിച്ചേ. എന്താ ചെയ്തേ? പാപം നിമിത്തം കഷ്ടമനുഭവിച്ചു. അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞ പാപത്തിനു വേണ്ടി മരിച്ചു അല്ലേ? പാപത്തിന്റെ ശമ്പളം മരണം. അപ്പോൾ ഞാൻ മരിക്കേണ്ട മരണം എൻ്റെ സ്ഥാനത്ത് കർത്താവായ യേശുക്രിസ്തു കടന്നു വന്ന് സഹിച്ചു അല്ലേ? അപ്പൊ എൻ്റെ പാപത്തിൻ്റെ ശമ്പളമായ മരണം എനിക്ക് പകരക്കാരനായി കടന്നു വന്ന് മരിച്ച് എന്നെ ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത്. 3 കാര്യം മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ 3 കാര്യങ്ങൾ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 1 പത്രോസ് 3:18 നിങ്ങൾ വായിച്ച് കാണാ പഠിക്കണം. വളരെ എളുപ്പത്തിൽ കാണാ പഠിക്കാവുന്നേ ഉള്ളൂ. ഈ 3 കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അത് കാണാ പഠിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ഒരു ചോദ്യമുള്ളത്, ഇങ്ങനെ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കപ്പെട്ടു? ഈ പറഞ്ഞ ലജ്ജയും ഭയം കുറ്റബോധവും ഒക്കെ പരിഹരിക്കപ്പെട്ടോ? പരിഹരിക്കപ്പെട്ടു. ഒന്നാമതായിട്ട് ലജ്ജ അല്ലെങ്കിൽ നാണക്കേട്. കർത്താവായ യേശു ക്രൂശി മരിച്ചത് എങ്ങനെയാണെന്നറിയാവോ? നമ്മൾ ഈ കാണുന്ന പടം പോലൊന്നുമല്ല. ഒന്നാമതായിട്ട് ഈ ക്രൂശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ
ക്രൂരമായ ശിക്ഷയാണ്. ഏറ്റവും കൊടും എന്താ പറയുക, അപരാധികൾക്കും കൊള്ളക്കാർക്കും ദുഷ്ടന്മാർക്കും കൊലയാളികൾക്കും വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ഒരു ശിക്ഷയാണ് ക്രൂശിലെ മരണം, അല്ലേ? ഇപ്പം നിങ്ങളെ കൂട്ടബലാത്സംഗത്തിന് 15 വർഷം ജയിലിലിട്ടാൽ നിങ്ങൾ അതെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കൂ? ഒരു ബഹുമാനം കിട്ടുന്ന കാര്യമാണോ? അല്ല, അല്ലേ? അത് കുറച്ചിലാണത്, നാണക്കേടാണ്. ഇങ്ങനെ ഒരു അല്ലെ പെറ്റി കേസിനകത്ത് പോയാൽ തന്നെ നമുക്ക് 15 ദിവസം പിടിച്ചകത്തിട്ടാൽ തന്നെ നമുക്ക് നാണക്കേടാണ്. അപ്പോഴാണ് കൂട്ടബലാത്സംഗത്തിലെ പ്രതി. പിന്നെ സമൂഹത്തിൽ ഭയങ്കര മാന്യതയായിരിക്കും, അല്ലേ? എന്ന് പറഞ്ഞ പോലെ ഏറ്റവും കാട്ടാളന്മാർക്ക് വേണ്ടി മാത്രം റോമ സാമ്രാജ്യം കരുതി വച്ചിരുന്ന ശിക്ഷാ നടപടിയാണ് ഉയരത്തിൽ നിന്ന് വിശുദ്ധനായ ദൈവം കടന്നു വന്ന് നമുക്ക് വേണ്ടി സഹിച്ചത്. അല്ലാതെ ചുമ്മാ ഒരു 15 ദിവസത്തെ റിമാൻഡിന് പോയതല്ല കർത്താവ് ജയിലിൽ. പറഞ്ഞ മനസ്സിലായോ? ഏറ്റവും നാണം കെട്ട ശിക്ഷ അനുഭവിച്ചു. ഇനി മാത്രമല്ല, ക്രൂശി മരിക്കുമ്പോൾ മരിക്കുന്ന വ്യക്തി വിവസ്ത്രനായിരിക്കും, പൂർണ്ണ നഗ്നനായിരിക്കും. ഒരു 10-32 വയസ്സുള്ള അല്ലെങ്കിൽ 33 വയസ്സുള്ള ഒരു പുരുഷനെ റോഡിൽ കൂടെ നഗ്നനാക്കി എങ്ങനെ ഇരിക്കും? അതേ നാണക്കേട്. അപ്പോഴാണ് ഈ ദണ്ഡനം, ഈ ശിക്ഷ ഏൽപ്പിച്ച് മരിച്ചത്. അപ്പോൾ നമ്മൾ ഒരു പാപി സഹിക്കേണ്ട എല്ലാ നാണക്കേടും സഹിച്ച് കർത്താവ് ക്രൂശി മരിച്ചു. അപ്പോൾ ഈ ലജ്ജ, ഞാൻ സഹിക്കേണ്ട പാപം നിമിത്തം ഞാൻ സഹിക്കേണ്ട ലജ്ജയും അപകർഷതയൊക്കെ അവൻ ക്രൂശിൽ അനുഭവിച്ചു. ഒരു പാപി അനുഭവിക്കേണ്ട എല്ലാ ലജ്ജയും എല്ലാ നിന്ദയും കർത്താവ് ക്രൂശിൽ അനുഭവിച്ചു. ഇനി രണ്ടാമതായിട്ട് ഭയം, അല്ലേ? ഭയം. എന്തുകൊണ്ടാണ് എനിക്ക് ഭയം വരുന്നത്? അയ്യോ, ഞാൻ എന്താണ്, എനിക്ക് ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലല്ലോ, അല്ലേ? അപ്പോൾ കർത്താവ് ഇവിടെ പാപം നിമിത്തമുള്ള എല്ലാ ഭയവും അഭിമുഖീകരിച്ചാണ് താന് മരിച്ചത്. കർത്താവിനെ കുറിച്ച് നമ്മളിപ്പോൾ എന്തോ പാടി നിർത്തിയേ? നമ്മൾ പാട്ടിലെന്തോ പാടിയേ? സ്നേഹിതരില്ല കുരിശിൽ, ഒറ്റയ്ക്ക് പോയി താൻ ക്രൂശി മരിച്ചു. ക്രൂശി കിടന്നുകൊണ്ട് കർത്താവ് എന്തോ വിളിച്ചു പറഞ്ഞേ? പിതാവേ എന്നല്ല, ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്തേ? കണ്ടോ, ചോദിക്കാനും പറയാനും ആരുമില്ലാതെ, ഒരാളുടെയും സഹായമോ ഒരു രക്ഷിതാവില്ലാതെ മരിച്ചു, അല്ലേ? ഒരാളും പുള്ളിക്ക് നീതി കൊടുത്തില്ല. എല്ലാ അനീതിയുടെ ദുഃഖവും കർത്താവ് ക്രൂശിൽ അനുഭവിച്ചു. ഇനി ഇതിനെയൊക്കെ കാരണമായ കുറ്റബോധം അല്ലെങ്കിൽ ശിക്ഷാവിധി, എൻ്റെ പാപത്തിൻ്റെ ശമ്പളം കർത്താവ് ക്രൂശിൽ അനുഭവിച്ചു. താൻ ഏകനായി മരിച്ചു. ഇപ്പൊ പാടിയതുപോലെ, അല്ലേ? വളരെയധികം ഏകാന്തത പേറി കർത്താവ് മരിച്ചു. അപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും, ലജ്ജയാകട്ടെ, ഭയമാകട്ടെ, കുറ്റബോധമാകട്ടെ, എല്ലാം കർത്താവ് ക്രൂശിൽ അനുഭവിച്ച് സഹിച്ച് അതിൻ്റെ മൂലകാരണമായ പാപവും അതിനോടുള്ള ദൈവത്തിൻ്റെ ക്രോധവും അവൻ ക്രൂശിൽ സഹിച്ചു. അല്ലാതെ വെറുതെ ഒരു ഭൗതിക മരണമല്ല. ഈ ക്രൂശിൽ കിടക്കുമ്പോൾ കർത്താവിന് നമ്മളോടും ഉള്ള എല്ലാ പാപത്തിനോടുള്ള ക്രോധം അവൻ്റെ മേൽ ചൊരിഞ്ഞു. അതാണ് മരണം എന്ന് പറയുമ്പോൾ, അല്ലേ? ആദ്യം നമ്മൾ വായിച്ചല്ലോ, ആദാമിനോട് എന്തോ കർത്താവ് പറഞ്ഞ്, നന്മ തിന്മകളുടെ അറിവിന്റെ ഫലം തിന്നാ നീ അന്നേ ദിവസം മരിക്കുന്നു. എന്നിട്ട് മരിച്ചോ? ഇല്ല. പിന്നെയും കുറെ നാൾ, അല്ലേ? 900 വർഷത്തോളം ആദാം ജീവിച്ചു. അപ്പൊ പിന്നെ എന്തോന്നായി പറഞ്ഞ മരിക്കുമെന്ന് പറഞ്ഞത് ആത്മീയ അർത്ഥത്തിലാണ്, അല്ലേ? ദൈവവുമായിട്ടുള്ള ബന്ധമൊക്കെ നിനക്ക് നഷ്ടപ്പെട്ട് നീ മരിക്കും. ആ മരണം, ദൈവക്രോധത്തിന്റെ മരണം, ദൈവത്താൽ തള്ളപ്പെടുന്ന, ഉപേക്ഷിക്കപ്പെടുന്ന മരണം ക്രൂശിൽ കർത്താവ് സഹിച്ചു. അപ്പൊ കണ്ടോ, ഈ സൽപ്പേരും അന്ധവിശ്വാസവും സൽപ്രവൃത്തിയും ഒന്നും അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ്? കർത്താവിൻ്റെ ക്രൂശ് മരണം. കേട്ടോ? അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ലഭിക്കും? ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടും, അല്ലേ? യോഹന്നാൻ 3:16 വായിച്ചേ. പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നമ്മളെ എത്രമാത്രം സ്നേഹിച്ചു, തന്റെ സ്വന്തം പുത്രനെ നൽകുവാൻ തക്കവണ്ണം പിതാവ് നമ്മളെ സ്നേഹിച്ചു. പക്ഷെ എന്തിനാ നൽകിയത്? അവനിൽ വിശ്വസിച്ചാൽ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും. എന്താ നിത്യജീവൻ? യോഹന്നാൻ 17:3 അടുത്ത വാക്യം. ഏക സത്യ ദൈവത്തെ അറിയുന്നതാണ് നിത്യജീവൻ. അത് യോഹന്നാൻ 17:3 കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയാണ്. അപ്പൊ കണ്ടോ, ഈ ബന്ധം കണ്ടോ, ദൈവമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ട് മനുഷ്യൻ ദൈവത്തെ അറിയുമ്പോൾ അവൻ എന്ത് ലഭിക്കും?
നിത്യജീവൻ ലഭിക്കും. അതുകൊണ്ട് ആദ്യം പറഞ്ഞ ഈ മരം എന്തുവായിരുന്നു? ആദ്യത്തെ മരം ജീവന്റെ മരം, മറ്റേത് അറിവിന്റെ മരം, അല്ലേ? അപ്പൊ ജീവന്റെ മരം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവവുമായിട്ടുള്ള അറിവിൽ, ദൈവത്തെ അറിഞ്ഞ് വ്യക്തിപരമായി അറിഞ്ഞ് ആ ബന്ധത്തിൽ ജീവിക്കുന്നതിനാണ് ജീവന്റെ മരം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവിടെ തീരുമാനവും അധികാരവും ഒക്കെ ദൈവമാണ്, അത് ദൈവത്തിന്റെ രാജ്യമാണ്, അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവനിൽ വിശ്വസിക്കുമെങ്കിൽ ഈ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടും. നമ്മൾ ഈ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടാതെ ജീവിതത്തിന്റെ മറ്റു വിഷയങ്ങളെല്ലാം പരിഹരിക്കാൻ ഓടി നടക്കുക ലോകം മുഴുവൻ, ഒരു ഗുണവും ഇല്ല, അല്ലേ? ഇപ്പൊ നിങ്ങളുടെ വീട് കത്തിക്കൊണ്ടിരിക്കുക, അപ്പോഴാണ് നിങ്ങൾ പോയിട്ട് അയ്യോ എൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു പട്ടി വന്ന് കാഷ്ടിച്ചിട്ടിരിക്കുന്നു, ഞാനത് ക്ലീൻ ചെയ്യട്ടെ. നിങ്ങളെക്കുറിച്ച് ആളുകൾ എന്ത് പറയും? എടാ വീട് കത്തുന്നത് നിനക്ക് ഇതാണോ? ചാണകം വീണ കാര്യമാണോ വലിയ കാര്യം? ലോകം മുഴുവനുള്ള ജനം ഇതാണ്, നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൃഷ്ടിതാവായ ദൈവവുമായിട്ടുള്ള ബന്ധം അറ്റുപോയിരിക്കുകയാണ്. അത് എങ്ങനെയും പരിഹരിക്കാൻ നോക്കുന്നതിന് പകരം അയ്യോ നാളത്തേക്ക് മറ്റേ കാശില്ലല്ലോ, മറ്റന്നാൾ നമുക്ക് ഇത് ചെയ്യണമല്ലോ, മോളെ കെട്ടിച്ചയക്കണമല്ലോ, ഇങ്ങനെ ഇതെല്ലാം ചെയ്ത് അവസാനം പോയി നാശത്തിൽ വീഴും. ഒരർത്ഥവും ഇല്ലാത്ത ജീവിതം. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ വിഷയം ചുമ്മാ മതപരമായ ബോറടിപ്പിക്കുന്ന വിഷയമല്ല. ഇതാണ് ജീവിതത്തിലെ ഏറ്റവും കാതലായ വിഷയം. മറ്റേതൊക്കെ ഇന്ന് തുടങ്ങി നാളെ തീരുന്ന വിഷയമാണ്. ഇത് നിങ്ങൾ നിത്യമായി അനുഭവിക്കും. ഇതിന്റെ അനന്തര ഫലമെല്ലാം നിത്യമാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവത്തെ നിത്യമായി അറിഞ്ഞ് ജീവിക്കും. നിങ്ങൾ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നിത്യമായി നശിച്ചു പോകും. ഇതിന്റെ അനന്തര ഫലങ്ങൾ ഏറ്റവും നീണ്ടു നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് സുവിശേഷം ചുമ്മാ ആർക്കും ജോലിയില്ലാത്തവന്മാർക്ക് ഇതുപോലെ പ്രസംഗിച്ച് നടക്കാവുന്ന വിഷയമൊന്നുമല്ല. ഇതാണ് ഏറ്റവും ജീവിതത്തിലെ കാതലായ വിഷയം. ശരി, നമുക്കിനി മുന്നോട്ട് നീങ്ങാം. കർത്താവായ യേശുക്രിസ്തു മരിക്കുക മാത്രമാണോ സുവിശേഷം? 1 കൊരിന്ത്യർ 15:1 മുതലുള്ള 4 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രിന്റ് ഔട്ടിൽ നോക്കുക. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരിയിൽ നിങ്ങൾ രക്ഷപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ പൗലോസ് പറഞ്ഞു ഇത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞ സുവിശേഷം എന്താണെന്ന് അറിയാമോ? ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകൾക്ക് പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു. പക്ഷെ അവിടെ സുവിശേഷം തീരുന്നില്ല. തുടർന്ന് ഈ കല്ലറയുടെ കല്ലൊക്കെ നീങ്ങി അവൻ പുറത്തു വന്നു, അല്ലേ? അപ്പൊ ഇത് ഉയർപ്പാണ്. എന്റെ പടം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല, ഇത് ഉയർപ്പാണ്. കർത്താവ് ഇവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. അപ്പോ കർത്താവ് മരിച്ചടക്കപ്പെട്ടു, പിന്നെ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇത് രണ്ടും ചേരുന്നതാണ് സുവിശേഷം. അപ്പൊ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് എന്ത് ലഭിക്കും? പാപക്ഷമ. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പാപത്തിൽ നിന്നുള്ള ക്ഷമയും അതിന്റെ അനന്തരഫലങ്ങളിൽ നിന്നുള്ള വിടുതലും എല്ലാം കിട്ടും. പക്ഷെ പാപക്ഷമ മാത്രമല്ല സുവിശേഷം. അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുകയാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അതെന്തിനാണെന്നറിയാവോ? അതാണ് പാപത്തിൽ നിന്നുള്ള ജയം, പാപജയം. കഴിഞ്ഞ കാലങ്ങളിലെ പാപത്തിൽ നിന്നുള്ള ക്ഷമയും ഇനി ഞാൻ പാപം ചെയ്യാതെ ജീവിക്കുവാൻ എനിക്ക് ജയം പകരുന്നത് രണ്ടും നൽകുന്നതാണ് സുവിശേഷം. അതാണ് സത്യസുവിശേഷം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കഴിഞ്ഞ കാലങ്ങളിലെ പാപം ക്ഷമിച്ചു കിട്ടും. ഇനി പാപം ചെയ്യാതെ ജീവിക്കുവാൻ പുതുജീവൻ, ഉയിർപ്പിന്റെ ജീവൻ എന്നിൽ പകരുവാൻ വേണ്ടി അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതിൻ്റെ 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഈ പഠനം തീർക്കാം. അപ്പോൾ പാപജയം വേണം, അല്ലേ? അപ്പോൾ എനിക്ക് പാപജയം വേണം. അപ്പം പാപം ചെയ്യാതെ ജീവിക്കണമെങ്കിൽ എനിക്ക് 3 ശത്രുക്കളുടെ മേൽ ജയം വേണം. നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാവോ? പാപം ചെയ്യാതെ ജീവിക്കണമെങ്കിൽ 3 ശത്രുക്കളുടെ മേൽ നമുക്ക് ജയം വേണം. ഒന്നാമതായിട്ട് എനിക്ക് എൻ്റെ ജഡം. അപ്പൊ ജഡത്തിന്റെ മേൽ, അല്ലെ, എൻ്റെ മേലുള്ള പാപ സ്വഭാവമുണ്ട്. മനുഷ്യൻ പാപം ചെയ്ത് താഴ്ചയിലേക്ക് വീണപ്പോൾ, ഈ ദൈവവുമായിട്ടുള്ള ബന്ധം അറ്റുപോയപ്പോൾ, അവന് കുറെ പാപത്തിന്റെ കുറ്റബോധം മാത്രമല്ല, അവൻ ശപിക്കപ്പെട്ടവനായി മാറി. അതറിയാമോ? നമ്മളെല്ലാം ശപിക്കപ്പെട്ട ഒരു രാശിയിൽ ജനിച്ചവരാണ്. നമ്മളെല്ലാം മനുഷ്യരാശി എന്ന് പറഞ്ഞാൽ ശാപത്തിൻ കീഴിൽ ജനിച്ചവരാണ്. അതുകൊണ്ട് എന്താണെന്നറിയാവോ? എൻ്റെ സ്വമേധമുള്ള സ്വഭാവം എപ്പോഴും തെറ്റായ വഴിയിലേ പോകത്തുള്ളൂ. പിള്ളേരെ ഒന്നും നമുക്ക് കള്ളം പറയാനോ കള്ളത്തരം ചെയ്യാനോ ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. മോനെ, ആ ട്യൂഷൻ ഒന്ന് പോയ വൈകുന്നേരം കള്ളം ചെയ്യേണ്ട എങ്ങനെയൊന്നും പഠിച്ചേ,
ട്യൂഷന് വിടേണ്ട ആവശ്യമില്ല. സ്വമേധ നമ്മൾ തെറ്റിലേക്കേ പോകത്തുള്ളൂ. മിണ്ടായിരിക്കാൻ പറഞ്ഞാൽ മിണ്ടായിരിക്കത്തില്ല, അല്ലേ? അത് നമ്മുടെ തനതായ സ്വഭാവമാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ജഡം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് എൻ്റെ ഈ മാംസത്തെ അല്ല, എൻ്റെ ഉള്ളിലുള്ള സ്വഭാവത്തെയാണത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് പാപത്തിൻ്റെ മേൽ ജയം വേണം, പാപ സ്വഭാവത്തിൻ്റെ മേൽ ജയം വേണം. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. റോമർ 6 ആദ്യം അതിൻ്റെ 9 വാക്യം ഒന്ന് വായിച്ച് കേൾക്കട്ടെ. ക്രിസ്തു, എല്ലാരും കേൾക്കണം. ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ, കണ്ടോ, അവൻ ഇനി മരിക്കയില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? കർത്താവ് കുരിശിൽ മരിച്ചങ്ങ് അതോടങ്ങ് അടക്കി തീർന്നിരുന്നെങ്കിൽ, കഥ തീർന്നിരുന്നെങ്കിൽ, അവൻ മരണത്തെ ജയിച്ചില്ല. പകരക്കാരനായി എനിക്ക് വേണ്ടി മരിച്ചെങ്കിലും അവൻ മരണത്തെ പിന്നെ ജയിച്ചൊന്നുമില്ല. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ കാരണം ഈ പാപത്തിന്റെ ശമ്പളമായ മരണം പൂർണ്ണമായിട്ട് അവൻ കൊടുത്തു തീർത്ത് ഇനി അവൻ മരിച്ചവനായി കിടക്കേണ്ട ആവശ്യമില്ല. ഇനി അവൻ ഉയർത്തെഴുന്നേക്കാം. ഇപ്പം നിങ്ങൾക്ക് കോടതി നിയമിച്ചു 15 വർഷം പോയി ജയിലിൽ കിടക്കണം. നിങ്ങൾക്ക് പകരക്കാരനായിട്ട്, ശരി, നമുക്കൊന്ന് ചിന്തിക്കാം. ഇത് നമ്മുടെ കോടതി നടക്കത്തില്ല, എന്നാലും നിങ്ങൾക്ക് പകരക്കാരനായിട്ട് ഇവിടുത്തെ സഹോദരൻ പോയി കിടക്കാമെന്ന് പറഞ്ഞു. 15 വർഷം കഴിഞ്ഞും കിടക്കണോ? വേണ്ട. 15 വർഷം കഴിയുമ്പോൾ പുറത്തിറങ്ങാം. കാരണം എന്താ? കൊടുത്തു തീർത്തു, കടം കൊടുത്തു തീർത്തു എന്ന് പറഞ്ഞതുപോലെ കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് നമ്മുടെ എല്ലാം പാപം, അതിൻ്റെ ശമ്പളം പൂർണ്ണമായിട്ട് കൊടുത്തു തീർത്തത് കൊണ്ട് അവൻ ഇപ്പം കല്ലറയുടെ അടിയിലല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ലോകത്തിലെ മറ്റു സിദ്ധാന്തം പ്രസംഗിച്ചവരും മത നേതാക്കന്മാരും ഒക്കെ ഇപ്പൊ കുഴിക്കടിയിലേ ഉള്ളൂ. യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ ജീവിക്കുന്നവൻ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുക കേട്ടോ, അവൻ ഒരിക്കൽ മരിച്ച പിന്നീട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരുടെ പാപത്തിന് വേണ്ടി മരിക്കണ്ട, സ്വന്തമായിട്ട് പിന്നെ പാപവും ചെയ്തിട്ടില്ല, പിന്നെ അപ്പം മരിക്കണോ? അപ്പോൾ എന്താ അവിടെ പറഞ്ഞു നിർത്തിയത്? പാപത്തിനും മരണത്തിനും അവന്റെ മേൽ കർത്തൃത്വമില്ല. എല്ലാരും കേട്ടോ, പാപത്തിനും മരണത്തിനും അവന്റെ മേൽ കർത്തൃത്വമില്ല. ഇനി റോമർ 6:14 നമ്മളെ കുറിച്ചുള്ള കാര്യം ഒന്ന് കേട്ടെ. നിങ്ങൾ പഴയ നിയമത്തിലല്ല, നിങ്ങൾ സുവിശേഷത്തിന്റെ കീഴിൽ വന്നവരാണെങ്കിൽ ആ പാപത്തിന് നിങ്ങളുടെ മേലും കർത്തൃത്വം നടത്താൻ കഴിയില്ല. ഇത് വിശ്വസിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇന്ന് സഭകളിലൊന്നും കേൾക്കാത്ത വാക്യമായി വായിച്ചത്. സഭയിരിക്കുന്ന ഒരു ഭൂരിപക്ഷത്തിന് ഈ വാക്യം, എങ്ങനെ ഒരു വാക്യം ഉണ്ടെന്ന് പോലും അറിഞ്ഞൂടാ. കർത്താവായ യേശുക്രിസ്തുവിന്റെ മേൽ പാപത്തിനും മരണത്തിനും കർത്തൃത്വം ഇല്ലെന്ന് പറഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ ഒക്കെ പറയും. അതു നിമിത്തം അവനോട് ചേർക്കപ്പെട്ട, സ്നാനത്തിലൂടെ അവനോട് ചേർക്കപ്പെട്ട ജനത്തിനും എന്തുണ്ട്? പാപത്തിന്റെ അധീനതയുടെ കീഴിലല്ല. നിങ്ങളെല്ലാരും കേട്ടോ, പാപത്തിന്റെ അധീനതയിലല്ല. എന്തുകൊണ്ട്? ഇതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇതിൻ്റെ ഒന്നും കീഴിലല്ലാത്തതുകൊണ്ട് ഞാൻ അവനോട് ചേരുകയാണെങ്കിൽ, വിശ്വസിച്ച് ചേരുകയാണെങ്കിൽ ഞാനും അതിൻ്റെ കീഴിലല്ല. അപ്പോൾ കേട്ടോ, ഒന്നാമതായിട്ട് പാപത്തിൻ്റെ മേലുള്ള ജയം എനിക്ക് എങ്ങനെ കിട്ടും? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്നിൽ വ്യാപരിക്കുകയാണെങ്കിൽ ഞാൻ അവൻ കീഴ്പ്പെടാത്ത പോലെ ഞാനും പാപത്തിന് കീഴ്പ്പെട്ടവനല്ല. ഇനി നമുക്ക് രണ്ടാമത്തെ ശത്രുവിനെ നോക്കാം. രണ്ടാമത്തെ ശത്രുവാണ് നേരത്തെ നമ്മൾ കേട്ട പ്രബോധനം, ലോകം. എന്താ ഈ ലോകം? ഈ താഴ്ചയിലേക്ക് വീണുപോയ മനുഷ്യൻ ദൈവവുമായിട്ട് ബന്ധമില്ലാതെ ജീവിക്കുമ്പോൾ ഉളവാകുന്ന സമ്പ്രദായം. അതായത് കുറേ അനാഥ പിള്ളേർ താമസിക്കുന്ന ഒരു കോളനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അവിടെ എങ്ങനെയായിരിക്കും അവർ ജീവിക്കുന്നത്? എല്ലാവരും വളരെ സ്വസ്ഥതയോടെ, അല്ലേ, വളരെ സുരക്ഷിതമായി. ആണോ? പിടിച്ചു പറിയായിരിക്കും. കാരണം അപ്പനമ്മയില്ല. ഒരുത്തനൊരു റൊട്ടി കിട്ടിയാൽ അതെങ്ങനെ അടിച്ചു മാറ്റാമെന്നായിരിക്കും മറ്റുള്ളവർ നോക്കുന്നത്, അല്ലേ? കാരണം വിശക്കുന്നു, സമയാസമയത്ത് ഭക്ഷണം മേശപ്പുറത്ത് കൊടുക്കാൻ അപ്പനും അമ്മയും ഇല്ല, അല്ലേ? അപ്പോൾ ഒരുത്തന് എവിടെന്നെങ്കിലും ഒരു റൊട്ടി കിട്ടിയാൽ ഭാഗ്യമെല്ലാനും കൂടെ എങ്ങനെയും അവൻ്റെ അടിച്ചു മാറ്റി പോകാനായിരിക്കും നോക്കുന്നത്, അല്ലേ? എന്ന് പറഞ്ഞ പോലെ അപ്പനിൽ നിന്ന് വിദൂരത്തിൽ കഴിയുന്ന മനുഷ്യരാശി എങ്ങനെയാ? തമ്മിൽ യുദ്ധവും കലഹവും കടിച്ചു കീറലും, അല്ലേ? നമുക്കറിയാലോ, സ്വമേധ മനുഷ്യരെങ്ങനെയാ തമ്മിൽ മത്സരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കർത്താവിൽ നിന്ന് വീണുപോയി ഈ സ്വയത്തിന്റെ പ്രവൃത്തികളൊക്കെ ചെയ്ത് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ജനം ഉളവാക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്, ഒരു വഴിയുണ്ട്, അല്ലേ? അവരുടെ മൂല്യങ്ങളുണ്ട്, അവരുടെ ചില ചെയ്തികളുണ്ട്. അതെല്ലാം കൂടെ ചേരുന്നതിനെയാണ് ബൈബിളിൽ ലോകം എന്ന് പറഞ്ഞിരിക്കുന്നത്. പാപ സമൂഹം. ഈ ഒരു വ്യക്തി ക്രിസ്തുവിൽ കടന്നു കഴിഞ്ഞാൽ ലോകം അവന് യോഗ്യമല്ല, അല്ലേ? അനാഥരായിരുന്ന ഒരു കോളനിയിൽ
പല രീതിയിലുള്ള അടി പിടി തൊഴി പിടിച്ചു പറിയൊക്കെ നടക്കും. പക്ഷെ ഒരു കുട്ടിയെ ദത്തെടുത്തു, അവൻ്റെ സ്വന്തം അച്ഛനും അമ്മയും തന്നെ അവനെ കണ്ടുപിടിച്ചെടുത്തോണ്ട് പോയി. ഇനി അവൻ പഴയ പോലെ പെരുമാറണോ? അപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രത്തിൽ കൈയിട്ട് ആ ദോഷം കടിച്ചു മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് അപ്പൻ കഴിക്കട്ടെ, എനിക്ക് വേറെ ദോഷം കിട്ടും. എന്നാൽ പണ്ട് അങ്ങനല്ലായിരുന്നു. ആ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ലോകം യോഗ്യമല്ല, അല്ലേ? അപ്പം ഇനി ലോകം എപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ലോകം പ്രലോഭിക്കും. പഴയ പോലൊക്കെ പാപം ചെയ്യണം, പഴയ പോലൊക്കെ തന്നെ നടക്കണം, ദൈവമൊന്നും വേണ്ട, നീ സ്വന്തമായിട്ട് ചിലതൊക്കെ ചെയ്യണം, നീ ഈ മരത്തിൻ്റെ കീഴിലല്ല, ഈ മരത്തിൻ്റെ, ഞാൻ രാജാവായിരിക്കുന്ന മരത്തിൻ്റെ കീഴിൽ തന്നെ നീ വരണം, അല്ലേ? ഞാൻ തന്നെ തീരുമാനം, ദൈവം പോകാൻ പറ, ദൈവത്തിനോട് ആര് പറഞ്ഞു തീരുമാനമൊക്കെ എടുക്കാം? ഞാൻ തന്നെ തീരുമാനം എടുക്കും, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, അല്ലേ ലോകം പറയുന്നത്? നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യണം, നിൻ്റെ മനസ്സിൽ പറയുന്നത്. ഇന്നത്തെ പിള്ളേരെയൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നതല്ലേ, നിൻ്റെ ഹൃദയത്തിൽ തോന്നുന്നത് തന്നെ നീ ചെയ്യണം, അതാണ്, ആരും പറയുന്നത് കേൾക്കരുത്, അല്ലേ? ഇതെന്തായി? ലോകം പ്രലോഭിക്കുക നമ്മളെ. അപ്പം ലോകത്തിൽ നിന്ന് പ്രലോഭനം വരുമ്പോൾ എന്ത് ചെയ്യണം? ഗലാത്യ ലേഖനം 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം 3-4 വായിച്ചു കേൾപ്പിച്ചാട്ടെ. പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാവട്ടെ. കർത്താവായ യേശുക്രിസ്തു മരിച്ചത് എന്തിനാണെന്നറിയാവോ? ഈ ദുഷ്ടലോകത്തിന്റെ വഴികളിൽ നിന്ന് നമ്മെ വിടുവിക്കാനാണെന്ന് പറഞ്ഞ മനസ്സിലായോ? ഈ ദുഷ്ടലോകത്തിന്റെ വഴികളിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത്. അതിന്റെ വ്യക്തിപരമായുള്ള സാക്ഷ്യം അപ്പോസ്തലൻ തന്നെ 6-ാമത്തെ അധ്യായം 14-ാം വാക്യത്തിൽ. അതിന്റെ അടുത്ത വാക്യം വായിച്ചേ. എനിക്ക് ക്രൂശ് അല്ലാതെ പ്രശംസിക്കാൻ വേറെ ഒന്നുമില്ല. കാരണം എന്താ? വായിച്ചാട്ടെ. ക്രൂശിലൂടെ യേശുക്രിസ്തു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലൂടെ എനിക്ക് ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, മരിച്ചിരിക്കുന്നു ഞാൻ ലോകത്തെ സംബന്ധിച്ച്. പറഞ്ഞു മനസ്സിലായോ? ലോകത്തെ സംബന്ധിച്ച ഒരു വിശ്വാസി മരിച്ചിരിക്കാൻ, കർത്താവ് ക്രൂശി മരിച്ചതുപോലെ ഞാൻ ലോകവുമായിട്ടുള്ള എല്ലാ ബന്ധവും അറുത്തു കളഞ്ഞു. അപ്പൊ ലോകത്തിൽ നിന്നും നമുക്ക് എന്ത് കിട്ടി? യേശു ക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തിലൂടെ വിടുതൽ ലഭിച്ചു. 16-ാം യോഹന്നാൻ 16:33 നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്. കേട്ടോ, ഇതാണ് സത്യസുവിശേഷം. ഇന്ന് വേറെ പല കപട പ്രസംഗകരുണ്ട്. ലോകത്തിലൊരു കഷ്ടതയും വരത്തില്ല, വിശ്വാസിയായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ലക്ഷാധിപതിയാകും, കോടിപതിയാകും, നിങ്ങളുടെ കടബാധ്യതയെല്ലാം മാറും, നിങ്ങൾക്ക് പിന്നെ അങ്ങ് സുഖം സുഖം സുഖം. എന്നാൽ പിന്നെ അംബാനിയൊക്കെ ആദ്യമേ വന്ന് ക്രിസ്ത്യാനിയാവുണ്ടായോ? കള്ളപ്രസംഗമാണ്. കർത്താവ് പറഞ്ഞ എന്തോ വാക്തത്വം തരിക, എന്നാ നിങ്ങൾക്ക് പിടിച്ചോ, 2024 വാക്തത്വം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടത ഉണ്ട്, പക്ഷെ തീർന്നില്ല. ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ വാക്യം ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അതുകൊണ്ട് എന്താ ഗുണം? നീ ജയിച്ചിരിക്കുന്നു, ഞാൻ ജയിച്ചിട്ടില്ലല്ലോ. നീ ജയിച്ചിട്ടുണ്ടെന്ന് കൊണ്ട് എനിക്കെന്ത് ഗുണം? അതാണ് ആദ്യം പറഞ്ഞത്. എന്നിൽ നിങ്ങൾക്ക് സമാധാനമുണ്ട്. നിങ്ങൾ എന്നിൽ വസിക്കുമെങ്കിൽ എൻ്റെ ജയത്തിന്റെ പങ്കാളികളാകും നിങ്ങളും ലോകത്തെ ജയിക്കും. ഇപ്പൊ ലോകം പ്രലോഭനം കൊണ്ടുവരട്ടെ, ലോകത്തിന്റെ വഴികളിൽ ഇങ്ങനെയാണല്ലോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ അങ്ങനല്ല. അതൊക്കെ ലോകത്തിന്റെ വഴികൾ അവിശ്വാസികൾ ചെയ്യട്ടെ, രക്ഷിക്കപ്പെടാത്തവർ ചെയ്യട്ടെ, സാമുദായിക ക്രിസ്ത്യാനികൾ ചെയ്യട്ടെ, ഞാൻ ചെയ്യത്തില്ല എന്ന് പറയാൻ നമുക്ക് ധൈര്യം കടന്നു വരും, അല്ലേ? ഒരുപാട് സമ്പ്രദായങ്ങളുണ്ട് ഈ ലോകത്തിൻ്റെത്. പലതും സഭയ്ക്കകത്തൊക്കെ കയറി. ഈ നിങ്ങളെപ്പോഴത്തെ പുതിയ വിശ്വാസികളെങ്കിലും ഇനി പുതിയൊരു തലമുറ അങ്ങനെ വളർന്നു വരട്ടെ. ബാക്കിയുള്ളവരൊക്കെ പോക്കാം, അവരൊക്കെ ലോകത്തിന്റെ വഴിയെ പോയി. മറ്റുള്ളവർ ചെയ്യുന്ന പോലൊക്കെ തന്നെ അവരും ചെയ്യുന്നില്ല, വചനപ്രകാരമല്ല. അപ്പൊ ലോകത്തിൽ നിന്ന് വിടുതൽ, ജയം കർത്താവിൽ നമുക്ക് ലഭിക്കുന്നു. ഇനി 3-ാമത്തെ ശത്രു എല്ലാവർക്കും അറിയാവുന്ന ശത്രുവാണ്. ആരാണ്? പിശാച്. പിശാചിൽ നിന്നുള്ള വിടുതൽ എങ്ങനെ കടന്നു വരും? കൊലോസ്യ ലേഖനം 2:15 വായിച്ചേ. വാഴ്ചകൾ, അധികാരങ്ങൾ എന്ന് പറഞ്ഞാൽ പൈശാചിക മണ്ഡലത്തിലെ വാഴ്ചകളും അധികാരികളും. ഓക്കെ, അത് പിശാചിന്റെ എന്താ പറയുക, അവന്റെ സൈന്യത്തെ സൂചിപ്പിക്കുന്നതാണ്. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ലല്ലേ? എത്ര പേർക്ക് മനസ്സിലായി ആയുധവർഗം വെപ്പിക്കുക എന്ന് പറഞ്ഞാൽ? ആയുധവർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിന് പോകുമ്പോൾ നമ്മൾ ധരിക്കുന്ന പടക്കോപ്പിനാണ് ആയുധവർഗം എന്ന് പറയുന്നത്. ആയുധവർഗം വെപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആയുധങ്ങളെ എന്താ പറയുക, കീഴ്പ്പെടുത്തി. അവരായുധം തറയെ വെച്ചു. ആയുധവർഗം വെപ്പിച്ച ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി
അവരെ പരസ്യമായ കാഴ്ച, പരസ്യ കൂത്തുകാഴ്ച, നാണം കെടുത്തി. പിശാചിനെയും അവരുടെ കൂട്ടരെയും നിങ്ങളുടെ കയ്യിലുള്ള ആയുധമൊക്കെ തറയിലിട്ട് നിങ്ങളുടെ മേൽ ജയം കൊണ്ടാടി പരസ്യ കൂത്തുകാഴ്ചയാക്കി. എന്തുവായിരുന്നു അവരുടെ ആയുധം എന്നുള്ളതിന്റെ തൊട്ടു മുമ്പത്തെ വാക്യം പറഞ്ഞാൽ മനസ്സിലാവും. കുറ്റബോധം വെച്ച് നമുക്കെതിരെ അപവാദം പറയലാണ്. നീ മറ്റേ പാപം ചെയ്തില്ലടാ, നീ മിനിഞ്ഞാന്ന് ആ പാപം ചെയ്തില്ലടാ, നീ ഇന്നലെ കൂടെ ആ പാപം ചെയ്തില്ലടാ, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് നീ ആ പാപം ചെയ്തില്ലടാ, ഈ കുത്തുണ്ടല്ലോ. ഇതാണ് പിശാചിന്റെ ആയുധം. ആ ആയുധത്തെ കർത്താവ് എന്ത് ചെയ്തു? ഞാൻ മരിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 15 വർഷം നിങ്ങൾക്ക് ജയിൽ ശിക്ഷ തന്നപ്പം സഹോദരൻ പോയി അത് ഏറ്റെടുത്ത് അത് കഴിഞ്ഞു. 15 വർഷം കഴിഞ്ഞപ്പോൾ സഹോദരൻ തിരിച്ചും വന്നു. നിങ്ങൾക്ക് ഒറ്റ 15 വർഷമൊക്കെ കഴിഞ്ഞ കണക്ക് ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ധൈര്യത്തോടെ പറയത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ മിനിഞ്ഞാന്നാ പാപം ചെയ്തില്ലേ, മറ്റേ പാപം, അപ്പൊ നമ്മൾ തിരിച്ചു വരണം. അതിനൊക്കെ വേണ്ടി ഒരാൾ മരിച്ചു കേട്ടോ. നീ ഈ പഴയ ന്യൂസ് പേപ്പറും വായിച്ചു വന്നിരിക്കുക. അതിനൊക്കെ രക്തം ചൊരിയപ്പെട്ടു. അപ്പൊ ഇനി ഇവന് ആയുധമില്ല, കുറ്റം പറയുവാൻ ആയുധമില്ല. അങ്ങനെ ആയുധം തറയിൽ വെപ്പിച്ച് എന്ത് ചെയ്തു? അവരെ പരസ്യ കൂത്തുകാഴ്ചയാക്കി, നിന്ദിച്ചവരെ. കേട്ടോ, അപ്പൊ ക്രൂശിലൂടെ എന്ത് കടന്നു വരുന്നു? പിശാചിന് ആയുധമില്ലാതായി, ആയുധം നഷ്ടപ്പെട്ടു. എന്താ പറയാ, പരാജയം സംഭവിച്ച ശത്രുവാണ് നമ്മുടെ പിശാച്. പിശാചിന്റെ ജയമൊക്കെ പോയി. അപ്പൊ കണ്ടോ, ഈ 3 ശത്രുക്കളുടെ മേലും എനിക്ക് ക്രിസ്തയേശുവിന്റെ മരണ പുനരുത്ഥാനത്തിലൂടെ ജയം ലഭിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കിപ്പോൾ എങ്ങനെ ജീവിക്കാം? പാപത്തിൽ നിന്നുള്ള ക്ഷമ മാത്രമല്ല, പാപത്തെ ജയിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാൻ കഴിയും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സുവിശേഷം മനസ്സിലായോ? ദൈവവുമായിട്ടുള്ള ബന്ധം തകർക്കപ്പെട്ട മനുഷ്യൻ പാപത്തിന്റെ അനന്തര ഫലങ്ങളൊക്കെ സഹിക്കുന്നു. എന്നാൽ ഈ ബന്ധം പുനഃസ്ഥാപിക്കാതെ സ്വന്തമായിട്ട് അതെല്ലാം പരിഹരിക്കാൻ നോക്കുന്നു. അട്ടർ ഫെയിലിയർ, അല്ലെ, ബഹുപരാജയത്തിലേക്ക് നീങ്ങുന്നു. അതിന് പകരമായിട്ട് ദൈവം തന്നെ അതിനുള്ള പരിഹാരം കണ്ടു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ പാപത്തെ അവൻ ക്രൂശിൽ സഹിച്ചു. ഇതെല്ലാം സഹിച്ചു. ലജ്ജ, ഭയം, കുറ്റബോധം എല്ലാം അവൻ സഹിച്ച് നമുക്ക് പകരക്കാരനായി മരിച്ച് ഈ ബന്ധം പുനഃസ്ഥാപിക്കുവാനായിട്ട് അവൻ നടുവിൽ നിന്നു, അല്ലേ? അപ്പൊ എനിക്ക് പാപത്തിൽ നിന്നുള്ള ക്ഷമയും ലഭിക്കും. മരിക്കുക മാത്രമല്ല, അവൻ പൂർണ്ണമായിട്ട് അത് കൊടുത്തു തീർത്ത് ആ മരണത്തിന്റെ അധീനതയിൽ നിന്ന് ജയിച്ച് ആ ജയം സ്വന്തമായിട്ട് കൈവെക്കുകയല്ല, നമുക്കും പകർന്നു തരികയാണ്. അങ്ങനെ അവന്റെ ജയത്തിന്റെ പങ്കാളികളാകുമ്പോൾ നമുക്ക് എൻ്റെ ജഡമാകട്ടെ, അതായത് എൻ്റെ പഴയ സ്വഭാവം ആകട്ടെ, ലോകത്തിൽ നിന്നുള്ള പ്രലോഭനമാകട്ടെ, അദൃശ്യമായ പിശാചിന്റെ ശക്തികളാകട്ടെ, ഇതിൻ്റെ മേലുള്ള എല്ലാ കർത്താവായ യേശുക്രിസ്തുവിനുള്ള അതേ ജയത്തിന്റെ പങ്കാളിയാകുവാൻ കഴിയും. ഇപ്പൊ യേശുക്രിസ്തു നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പാപ സ്വഭാവത്തിന്റെ പീഡനവും പിശാചിന്റെ എന്താ പറയാ തന്ത്രവും ലോകത്തിന്റെ പ്രലോഭനവും ഒക്കെ സഹിക്കുകയാണെങ്കിൽ പാപം ചെയ്യൂ? നിങ്ങളുടെ വീട്ടിൽ വന്ന് യേശുക്രിസ്തു ജീവിക്കുകയാണ്, നിങ്ങൾക്ക് ദേഷ്യം വരുവാനും പാപം ചെയ്യാനുമുള്ള എല്ലാ സാഹചര്യവും പുള്ളിക്കുണ്ട്. പക്ഷെ പുള്ളി പാപം ചെയ്യുമോ? ഇല്ല. കാരണം അതിൻ്റെ മേലൊക്കെ ജയമുണ്ട്. പക്ഷേ അതേപോലെ അതേ ജയം, അതിൻ്റെ പങ്കാളികളാകുവാൻ നിങ്ങൾക്കും കഴിയും. പാപക്ഷമയുമുണ്ട്, പാപജയവുമുണ്ട്. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് നമ്മൾ നേരത്തെ മത്തായി 1:21 വായിച്ചത്, പാപത്തിൽ നിന്നുള്ള രക്ഷ. ക്ഷമ മാത്രമല്ല രക്ഷ. എന്നിട്ട് പിന്നെ പാപം ചെയ്തോന്ന് ഇന്ന് പലരും അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കർത്താവിൻ്റെ രക്തം തൂത്തോണ്ടിരിക്കുക. അതല്ല രക്ഷ. പാപത്തിൻ്റെ ക്ഷമയും പാപത്തിന് മേലുള്ള ജയവും. ശരി, ഇതെല്ലാം സുവിശേഷമാണ്, ഇതെല്ലാം വാർത്തയാണ്, ഇതെല്ലാം ന്യൂസ് പേപ്പർ വായിക്കുന്ന പോലെയുള്ളൂ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ കടന്നു വരും? അതാണ് ഇനി മുതൽ ആഴ്ചകളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനാണ് എന്ത് പറയുന്നത്? വീണ്ടും ജനനം പ്രാപിക്കണം. യോഹന്നാൻ 3:3 വായിച്ചേ. പുതുതായി ജനിച്ചില്ല അല്ലെങ്കിൽ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? ദൈവം തന്നെ രാജാവായി ഇരിക്കുന്ന, അവനുമായിട്ട് സംസർഗത്തിൽ ജീവിക്കുക, അവൻ അധികാരിയായിട്ടിരിക്കുക, അവൻ തന്നെ തീരുമാനമെടുക്കുക. അതാണ് ഈ ജീവന്റെ വൃക്ഷം. അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് കടക്കണമെങ്കിൽ കർത്താവ് ഉറപ്പായിട്ട് പറയുകയാണ്, ആമേൻ ആമേൻ എന്ന് പറഞ്ഞാൽ സത്യം സത്യമായിട്ട് പറയുകയാണ്, നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കണം. ആ വീണ്ടും ജനനം എങ്ങനെ കടന്നു വരും? എങ്ങനെ ആ വീണ്ടും ജനനം നമ്മുടെ ജീവിതം സംഭവിക്കുന്നത്? അതിനാണ് അപ്പോസ്തല പ്രവർത്തികൾ 2:37-38. ഏത് കേട്ടിട്ട്? ഒന്നാമത്തെ സുവിശേഷ പ്രസംഗമാണ് അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിൽ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കേട്ടവർ അങ്ങോട്ട് ചോദിച്ചു പ്രസംഗകനോട്,
ആ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടുവെന്ന് ചോദിച്ചു. ഞങ്ങൾ എന്ത് ചെയ്യണ്ടു? ഇതെല്ലാം കൊള്ളാം, ഈ ചിത്രമൊക്കെ കൊള്ളാം, പക്ഷെ എന്ത് ചെയ്യണം? ആ, വായിച്ചാട്ടെ. പത്രോസവരോട്, ആ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ആ, പതുക്കെ വായിച്ചേ. ഒന്ന്, മാനസാന്തരം. ആ, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ആ, ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിക്കും. ആ, എന്നിട്ട് എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ആ, അപ്പോ മാനസാന്തരപ്പെടണം, കർത്താവിൽ വിശ്വസിക്കണം, പിന്നെ പറഞ്ഞിരിക്കുകയാണ് സ്നാനം, പിന്നെ 4-മതായിട്ട് പരിശുദ്ധാത്മാവ്. എല്ലാവരും കേട്ടോ അത്? എങ്ങനെ സുവിശേഷം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന് എൻ്റെ അനുഭവമാവും. ഇതെല്ലാം വാർത്ത, ഇതെല്ലാം അറിവാണ്. ഇത് എൻ്റെ ജീവിതത്തിലേക്ക് എങ്ങനെ കടന്നു വരും? ഞാൻ വീണ്ടും ജനിക്കണം. പക്ഷെ വീണ്ടും ജനിക്കേണ്ട എങ്ങനെയാണെന്നുള്ളത് പ്രായോഗിക തലത്തിൽ അപ്പോസ്തല പ്രവർത്തികൾ വായിച്ചു. മാനസാന്തരപ്പെട്ട് വിശ്വസിച്ച് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കണം. കേട്ടോ, 4 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് ഇനി നമ്മൾ വരുന്ന ആഴ്ചകളിലൊക്കെ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഈ മാനസാന്തരം? ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? വിശ്വാസം എന്തുവാ, സ്നാനം എന്തുവാ, പരിശുദ്ധാത്മ സ്നാനം എന്തുവാ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് സത്യസുവിശേഷം. ദൈവവുമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ബന്ധത്തിലേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുചെന്ന് ആ ബന്ധം പുനഃസ്ഥാപിച്ച് ശരിക്കും കർത്താവ് നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മൾ ജീവിക്കേണ്ട ആ ജീവിതം ജീവിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുക. ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ജീവൻ ലഭിച്ചു. നമ്മുടെ പല പ്രയാസങ്ങളുടെയും ഉത്തരം നമ്മുടെ എന്തെങ്കിലും ബാഹ്യമായ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതിലൊന്നുമല്ല. അത് തെറ്റായ ചിന്താഗതിയാണ്. ഈ കടബാധ്യത മാറിയിരുന്നെങ്കിൽ അങ്ങ് സന്തോഷം വരും. വരത്തില്ല, വേറൊരു പ്രശ്നം വരും. കാരണം പ്രശ്നം പുറത്തല്ല, പ്രശ്നം അകത്താണ്. ഞാനും ദൈവമായിട്ടുള്ള ബന്ധം തകർന്നിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ആത്യന്തികമായ പ്രശ്നം മനുഷ്യരാശിയെ സംബന്ധിച്ച്. അവിടെ പരിഹാരം കടന്നു വന്നു കഴിഞ്ഞാൽ വേറെ പലതിനും പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടില്ലേ പോലും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. മനസ്സിലായോ? അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ സൗന്ദര്യം. അല്ല, എല്ലാം തികഞ്ഞവരല്ല ക്രിസ്ത്യാനികൾ, എല്ലാ പ്രശ്നവും അങ്ങ് പോയവരല്ല. നിങ്ങൾക്ക് തോന്നും ഞാൻ എല്ലാ ആഴ്ചയും ഒന്ന് പ്രസംഗിക്കും എനിക്കൊരു പ്രശ്നവും ഇല്ലെന്ന്. ഞാൻ കടന്നു പോകുന്ന പ്രശ്നമൊന്നും നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ, അല്ലേ? പ്രശ്നം എല്ലാം അങ്ങ് തീർന്നു പോകുമ്പോഴല്ല നമുക്ക് സന്തോഷം വരുന്നത്. എനിക്കെൻ്റെ അനാഥത്വം മാറിക്കിട്ടി, എനിക്ക് ചോദിക്കാനും പറയാനും ഒരു രക്ഷിതാവിനെ കിട്ടി, എനിക്കെൻ്റെ പിതാവിനെ തിരിച്ചു കിട്ടി. ഇനി അവൻ്റെ കൂടെ ചേർന്ന് ജീവിക്കുമ്പോൾ ജീവിതം ധന്യമായി. അതിന് നമ്മളെ സഹായിക്കുവാൻ കടന്നു വന്ന രക്ഷകനാണ് യേശു ക്രിസ്തു. അതാണ് സത്യസുവിശേഷം. അപ്പോൾ എല്ലാവർക്കും 1 മിനിറ്റ് മൗനമായിരുന്നിട്ട് ദൈവാലോചന പ്രകാരം ആർക്ക് വേണേലും പ്രാർത്ഥിച്ച് നമ്മുടെ ഈ യോഗ അവസാനിപ്പിക്കാം.